നോസ്ട്രാഡാമസ് ഫ്രഞ്ച് ജ്യോതിഷി, വൈദ്യൻ, പ്രവാചകൻ എന്ന നിലയിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ലെസ് പ്രൊഫറ്റീസ് എന്ന കൃതി നൂറ്റാണ്ടുകളായി ചർച്ചകൾക്കും വ്യാഖ്യാനങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ കൃതിയിൽ ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ 4 വരികൾക്കുള്ള കാവ്യരൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സലോമി എന്ന പേര് ബൈബിളിലെ ഹെറോഡിയാസ് രാജകുമാരിയുടെ മകളായ സലോമിയെയാണ് ഓർമ്മിപ്പിക്കുന്നത്. യോഹന്നാൻ സ്ഥാപകന്റെ ശിരസ്സറക്കാൻ കാരണമായ നൃത്തം ചെയ്തവളാണ് സലോമി. സലോമിയുടെ കഥ വഞ്ചനയുടെയും പ്രതികാരത്തിന്റെയും പ്രതീകമായി പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. നോസ്ട്രാഡാമസിന്റെ പ്രവചനങ്ങളിൽ സലോമി എന്ന പേര് നേരിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ടോ എന്നത് വ്യക്തമല്ല. എന്നാൽ ചില വ്യാഖ്യാതാക്കൾ അദ്ദേഹത്തിന്റെ ചില പ്രവചനങ്ങളിൽ സലോമിയുടെ കഥയുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉണ്ട് എന്നാണ് വാദിക്കുന്നത്. ഈ പ്രവചനങ്ങൾ വരും കാലങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വഞ്ചനകൾ, രാഷ്ട്രീയ പ്രതിസന്ധികൾ, രഹസ്യമായ നീക്കങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സൂചനയായി കണക്കാക്കപ്പെടുന്നു. നോസ്ട്രാഡാമസിന്റെ പ്രവചനങ്ങളെ വ്യാഖ്യാനിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ കാവ്യരൂപത്തിലുള്ള വരികൾക്ക് പല അർത്ഥ തലങ്ങളുണ്ട്. ഓരോ വ്യാഖ്യാതാവും അവരവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ഈ പ്രവചനങ്ങൾക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്നു. സലോമി എന്ന പ്രവചനം നോസ്ട്രാഡാമസ് തന്റെ പ്രവചനങ്ങളിൽ ഉപയോഗിച്ച ഒരു പ്രതീകാത്മക രൂപമായിരിക്കാം. ഇത് ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചില മുന്നറിയിപ്പുകളെ സൂചിപ്പിക്കുന്നു. നോസ്ട്രാഡാമസിന്റെ ചില പ്രധാന പ്രവചനങ്ങൾ ഇവയൊക്കെയാണ്. ഇവയെല്ലാം ചരിത്ര സംഭവവുമായി പൊരുത്തപ്പെടാൻ ശ്രമിച്ച വ്യാഖ്യാനങ്ങളാണ്. ഒന്ന്, ഫ്രഞ്ച് റവല്യൂഷൻ. അതിന്റെ പ്രവചനം 20 വർഷങ്ങൾ ഭരിച്ച ഒരു രാജാവ് ഒരു കൂട്ടം ആളുകളാൽ കൊല്ലപ്പെട്ടു. അതിന്റെ വ്യാഖ്യാനം ലൂയി 16 രാജാവിന്റെ ഭരണം, ഫ്രഞ്ച് വിപ്ലവകാലത്ത് അദ്ദേഹത്തെ വധിച്ച സംഭവം എന്നിവയുമായി ഈ പ്രവചനത്തെ ബന്ധിപ്പിക്കുന്നു. 2, അഡോൾഫ് ഹിറ്റ്ലറുടെ ഉയർച്ച. ആ പ്രവചനം വെച്ച് നോക്കുമ്പോൾ ദരിദ്രരായ ഒരു കുഞ്ഞിൽ നിന്ന് ജനിച്ച ഹിസ്റ്റർ എന്നൊരുവൻ യൂറോപ്പിലെ സൈന്യങ്ങളെ നയിക്കും. അതിന്റെ വ്യാഖ്യാനം ഈ പ്രവചനത്തിലെ ഹിസ്റ്റർ എന്നത് ഹിറ്റ്ലർ എന്ന പേരുമായി സാമ്യമുള്ളതായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഹിറ്റ്ലർ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. 2ാം ലോക മഹായുദ്ധ പ്രവചനം നോക്കുമ്പോൾ ഒരു വലിയ നഗരം അഗ്നിയിൽ നശിക്കും, ഒരു വലിയ സൈന്യം നശിക്കും. അതിന്റെ വ്യാഖ്യാനം ജർമ്മനിയുടെ ബോംബിങ്ങിനെയും സോവിയറ്റ് യൂണിയനെതിരെയുള്ള ജർമ്മൻ സൈന്യത്തിന്റെ പരാജയത്തെയും ഇത് സൂചിപ്പിക്കുന്നു. 4ാമത്തത് ജോൺ എഫ് കെന്നഡിയുടെ മരണപ്രവചനം. വലിയ ഒരു തലവൻ കൊല്ലപ്പെടും, അവന്റെ മരണം എല്ലാവരെയും ഞെട്ടിക്കും. അതിന്റെ വ്യാഖ്യാനം ഈ പ്രവചനം ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകവുമായി ബന്ധിപ്പിക്കുന്നു. 5, വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണ പ്രവചനം. ഒരു വലിയ നഗരം തീയിൽ നശിക്കും, 2 ഉരുക്ക് പക്ഷികൾ മരിക്കും. വ്യാഖ്യാനം ഇത് 2001 ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തെ സൂചിപ്പിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുന്നു. വിമാനങ്ങളെയാണ് ഇവിടെ ഉരുക്ക് പക്ഷികളെന്ന് വിശേഷിപ്പിക്കുന്നത്. ശാസ്ത്രലോകം നോസ്ട്രാഡാമസിന്റെ പ്രവചനങ്ങളെ ഒരു മിഥ്യാബോധമായി മാത്രം കാണുന്നു. പ്രവചനങ്ങൾ അവ്യക്തമായതിനാൽ ഏത് സംഭവമായും അവയെ ബന്ധപ്പെടുത്താൻ സാധിക്കും. ചരിത്ര സംഭവങ്ങൾ നടന്നതിന് ശേഷമാണ് പല പ്രവചനങ്ങളും വ്യാഖ്യാനിക്കപ്പെട്ടത്. പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയപരമായ തെളിവുകളോ പരീക്ഷണങ്ങളോ ഇല്ല. ചുരുക്കത്തിൽ നോസ്ട്രാഡാമസിന്റെ പ്രവചനങ്ങൾ നൂറ്റാണ്ടുകളായി മനുഷ്യനെ ആകർഷിക്കുന്നുണ്ടെങ്കിലും അവ ശാസ്ത്രീയപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല നിലനിൽക്കുന്നത്. ചുരുക്കത്തിൽ നോസ്ട്രാഡാമസിന്റെ പ്രവചനങ്ങൾ ചരിത്രപരമായി പ്രാധാന്യമുള്ളതാണ്. എന്നാൽ അവ ശാസ്ത്രീയപരമായ അടിത്തറ ഇല്ലാത്തതിനാൽ ശാസ്ത്രലോകം ഇതിനെ ഒരു മിഥ്യാബോധമായി മാത്രമാണ് കാണുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി TV.